നമസ്കാരം. എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മഹാനായ ദിലീപ് മഹാരാജാവിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ദിലീപ് മഹാരാജാവ് വളരെ സമർത്ഥനും ശക്തനും ദയാലുവുമായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം അയോധ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അത്രത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ദേവലോകത്ത് പോലും ഒരുപാട് തവണ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ സമ്പൽ സമൃദ്ധമായും സന്തോഷത്തോടു കൂടിയും കടന്നു പോവുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ദുഃഖം ഉണ്ടാകുകയാണ്. അവരുടെ ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനും റാണിക്കും കുട്ടികളില്ല എന്നായിരുന്നു. അതുകൊണ്ട് പ്രജകളും വളരെ വിഷമിച്ചിരുന്നു. ആരായിരിക്കും അനന്തരാവകാശി എന്നുള്ള ഒരു വിഷമം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ റാണി രാജാവിനോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ രാജഗുരുവായ വശിഷ്ഠ മുനിയെ പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രാജാവ് അതിന് തയ്യാറെടുക്കുമ്പോൾ പരിവാരങ്ങളായിട്ടൊന്നും പോകണ്ട, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് റാണിയും രാജാവും മാത്രം വശിഷ്ഠ മുനിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഉള്ള രാജാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് 16 വാഹനങ്ങളുടെ അകമ്പടിയൊന്നും ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് ചുമ്മാ തന്നെ പോകാമായിരുന്നു. അത്രയ്ക്ക് ജനങ്ങൾക്കും രാജാവിനും വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവും റാണിയും വശിഷ്ഠ മുനിയുടെ പർണശാലയിൽ എത്തിച്ചേരുമ്പോൾ വശിഷ്ഠ മുനി വളരെ സന്തോഷത്തോടെ അവരെ ആനയിച്ചിരുത്തുകയാണ്. എന്നിട്ട് രാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ മുഖത്തൊരു വിഷമം കാണുന്നു, രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയുകയാണ്, അങ്ങയുടെയൊക്കെ സഹായത്താൽ ഗൈഡൻസിനോ ഉള്ളതുകൊണ്ട് രാജ്യത്ത് ഒരു പ്രശ്നമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു എന്ന് പറയുകയാണ്. പക്ഷേ വശിഷ്ഠ മുനിക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് രാജാവിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുകയാണ്. എന്നിരുന്നാലും അദ്ദേഹം രാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങേ മനസ്സിൽ അലട്ടുന്ന പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം രാജാവ് തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയതിന് ശേഷം വശിഷ്ഠ മുനിയോട് ഇങ്ങനെ പറയുകയാണ്, അങ്ങേക്കറിയാമല്ലോ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞില്ല. എൻ്റെ കാലശേഷം അല്ലെങ്കിൽ ഞങ്ങളുടെ കാലശേഷം ആരായിരിക്കും രാജ്യം ഭരിക്കുക എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കും പ്രജകൾക്കും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒരു നിമിഷം വശിഷ്ഠ മുനി ധ്യാനത്തിലേക്ക് പോവുകയും തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ദിലീപ് മഹാരാജാവിൻ്റെ ജീവിതകാലം മുഴുവൻ അനലൈസ് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലാകും, ഇദ്ദേഹത്തിന് ഒരു ശാപം ഏറ്റിട്ടുണ്ട്, അതാണ് കാരണം എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒരിക്കൽ ദിലീപ് മഹാരാജാവിനെ ദേവേന്ദ്രൻ അവിടെ നടക്കുന്ന ഒരു യുദ്ധത്തിൽ പങ്കുചേരാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ യുദ്ധതന്ത്രങ്ങളെല്ലാം മെനഞ്ഞുകൊണ്ടാണ് ദിലീപ് മഹാരാജാവ് ദേവലോകത്തെത്തുമ്പോൾ അദ്ദേഹം ഈ യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് അവിടെ കാമധേനു ഉണ്ടായിരുന്നു. കാമധേനുവിനെ ശ്രദ്ധിക്കാതെ മഹാരാജാവ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാതെ പോയത്, തന്നെ മനഃപൂർവ്വമാണ് ശ്രദ്ധിക്കാഞ്ഞത് എന്ന് തോന്നിയ കാമധേനുവിൻ്റെ മനസ്സിൽ ദേഷ്യം തോന്നുകയാണ്. ആ ദേഷ്യം ഒരു ശാപമായിട്ട് അങ്ങനെ ദിലീപ് മഹാരാജാവിൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഈ കാരണത്താലാണ് അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകാത്തത്. ഇത് വശിഷ്ഠ മുനി രാജാവിനോടും റാണിയോടും പറയുകയാണ്. അത് കേട്ട് അവർക്ക് വളരെയധികം വിഷമം തോന്നുകയാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാത്ത ഒരു രാജാവാണ് ദിലീപ് മഹാരാജാവ്. ഒരിക്കലും ആരെയും നിന്ദിക്കില്ല, എല്ലാവരെയും വളരെ റെസ്പെക്റ്റോടെ കാണുന്ന മഹാരാജാവ് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് അങ്ങേക്ക് അറിയില്ലേ എന്ന് രാജാവും റാണിയും വശിഷ്ഠമുനിയോട് പറയാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി കാമധേനുവിനെ സംതൃപ്തിപ്പെടുത്തിയാലേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുകയുള്ളൂ എന്ന് വശിഷ്ഠ മുനി പറയുകയാണ്. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മൃഗങ്ങളോടൊക്കെ സംസാരിക്കാൻ കഴിവുള്ള കാലഘട്ടമാണ്. സത്യയുഗം, അത് കഴിഞ്ഞ് ത്രേതായുഗം, ഈ കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. അന്ന് ദേവന്മാരെ നേരിട്ട് കാണാൻ മനുഷ്യർക്ക് കഴിയും. അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളുള്ള സമയമാണ്. അതിനുശേഷമാണ് ഓരോരോ കഴിവുകളായിട്ട് മനുഷ്യർക്ക് ഇല്ലാതാകുന്നത്. അപ്പോൾ
ഇതിനുള്ള പോംവഴി എന്താണെന്ന് വശിഷ്ഠമുനിയോട് രാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നമുക്ക് കാമധേനുവിനെ പ്രീതിപ്പെടുത്തണം. കാമധേനുവിനെ ഇപ്പോൾ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. കാമധേനു മറ്റൊരു സ്ഥലത്താണ് ഉള്ളത്, ദേവലോകത്താണുള്ളത്. അപ്പോൾ കാമധേനുവിൻ്റെ മകളായ നന്ദിനി ഈ ആശ്രമത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് നന്ദിനിയെ ശുശ്രൂഷിച്ചാൽ, നന്ദിനി നിങ്ങളിൽ പ്രീതിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പുത്രന്മാർ ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാകും. അന്നേരം ഉടനെ തന്നെ നന്ദിനിയെ കാണാൻ പറ്റുമോ എന്ന് വശിഷ്ഠമുനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ വശിഷ്ഠമുനി പറയുകയാണ്, ഇല്ല, നന്ദിനി ഇപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്, തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും വിഷമം വരികയാണ്. അന്നേരം വശിഷ്ഠമുനി പറയുകയാണ്, നിങ്ങളെ വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം ഇങ്ങനെ മനസ്സിലെ ധ്യാനത്തിലേക്ക് പോയിട്ട് പറയുകയാണ്, കുഴപ്പമില്ല, നന്ദിനി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നന്ദിനി ഇവിടെ ഉടനെ തന്നെ എത്തും. നിങ്ങൾക്ക് നന്ദിനിയെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഉടനെ വന്നു ചേരുമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ നോക്കിയിരിക്കുമ്പോൾ തന്നെ നന്ദിനി വന്നു ചേരുകയാണ്. ഉടനെ തന്നെ രാജാവും റാണിയും പോയിട്ട് നന്ദിനിയെ ഒരുപാട് ശുശ്രൂഷിച്ച് പൂജകളെല്ലാം ചെയ്ത് നന്ദിനി കിടക്കുന്നിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ നന്ദിനി ഉറങ്ങിയതിന് ശേഷം അവർ തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ നന്ദിനിയെ പൂർണ്ണമായിട്ടും ശുശ്രൂഷിക്കാൻ തീരുമാനിക്കുന്നു. പിറ്റേന്ന് അതിരാവിലെ എണീറ്റ് ആദ്യം തന്നെ റാണി പോയിട്ട് നന്ദിനി കിടക്കുന്ന ഇടം എല്ലാം വൃത്തിയാക്കുകയാണ്. അതൊരു തൊഴുത്താണ്, അതൊക്കെ വൃത്തിയാക്കുകയാണ്. ഇത് കണ്ട് രാജാവിന് തന്നെ തോന്നുകയാണ്, ആദ്യമായിട്ട് രാജകുമാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ രാജാവിനും സന്തോഷം തോന്നുകയാണ്. അത് കഴിഞ്ഞ് രാജാവ് നന്ദിനിയെ കുളിപ്പിച്ച് പൂജയൊക്കെ ചെയ്തിട്ട് നന്ദിനിയെ കൊണ്ട് പുല്ല് തീറ്റാനായിട്ട് പുറത്തു പോവുകയാണ്. അങ്ങനെ നന്ദിനിയെ പുല്ലൊക്കെ തീറ്റിച്ച് തിരിച്ചു വന്ന് വീണ്ടും പൂജകളൊക്കെ ചെയ്ത് നന്ദിനിയെ ഉറക്കിയതിന് ശേഷം അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ 21 ദിവസം ഇവർ വളരെ നല്ല രീതിയിൽ നന്ദിനിയെ ശുശ്രൂഷിക്കുകയാണ്. അത് കഴിഞ്ഞ് 22ാമത്തെ ദിവസം നന്ദിനി ഇന്ന് എല്ലാ ദിവസവും നിന്നും വ്യത്യാസമായിട്ട് അങ്ങനെ കാട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ് എന്താണ് ഇങ്ങനെ കൊടുങ്കാട്ടിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ച് ഉടനെ നന്ദിനിയുടെ കൂടെ ഓടി പോവുകയാണ്. അപ്പോൾ പർണശാലയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് എത്തി. അപ്പോൾ രാജാവ് കുറച്ച് എന്താ പറയുക, ഇപ്പോൾ കുറച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രൂരമായ മൃഗങ്ങളൊക്കെയുള്ള വനത്തിലേക്കാണ് നന്ദിനി കടന്നിരിക്കുന്നത്. അതുകൊണ്ട് വാളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വളരെ അലേർട്ടായിട്ട് നന്ദിനിയുടെ കൂടെ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദിനി നടന്ന് വലിയൊരു വൃക്ഷത്തിൻ്റെ, അതിമനോഹരമായ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ട് ഈ വൃക്ഷത്തിൻ്റെ ഇലകളെല്ലാം കടിച്ച് കഴിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവിടെ ഒരു ഭയങ്കര ഗർജന ശബ്ദം കേൾക്കുകയാണ്. ഇത് കേട്ട ഉടനെ രാജാവ് വാളും പിടിച്ച് നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഒരു സിംഹം നന്ദിനിയുടെ മേലേക്ക് ചാടി വീഴാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം ചാടി നന്ദിനിയുടെ മുമ്പിൽ നിൽക്കുകയാണ്, ആ സിംഹത്തിന് ഇടയിലേക്ക് നിൽക്കുകയാണ്. അന്നേരത്തേക്കും ഈ സിംഹം ഗർജിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഇരയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ എന്ന് പറയുകയാണ്. അന്നേരം രാജാവ് പറയുകയാണ്, ഈ നന്ദിനി എൻ്റെ സംരക്ഷണയിലാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ ആക്രമിക്കാൻ കഴിയില്ല, നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണ്. അന്നേരം ഈ സിംഹം പറയുകയാണ്, ഈ മരം ഇത് നട്ടുവളർത്തിയത് പാർവതി ദേവിയാണ്, ഈ മരത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇല കടിച്ചു നിന്ന ഈ നന്ദിനിയെ എനിക്ക് ശിക്ഷിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് മാറിപ്പോയാലും എന്ന് പറയുകയാണ്. പക്ഷേ രാജാവ് പറയുകയാണ്, എൻ്റെ സംരക്ഷണയിലുള്ള ഒന്നിനെയും തന്നെ ഒരിക്കലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സിംഹം പറയുകയാണ്, മാംസിബുക്കായ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോവും, അത് എൻ്റെ ധർമ്മത്തിനെതിരാണ്, അതുകൊണ്ട് അങ്ങ് മാറിപ്പോയാലെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു വലിയ വാഗ്വാദം തന്നെ അവിടെ നടക്കുകയാണ്. അവസാനം സിംഹം പറയുകയാണ്, എനിക്കെന്നെ വിശപ്പടക്കേ പറ്റുള്ളൂ, നീ മാറണം എന്ന് പറയുകയാണ് രാജാവിനോട്. അന്നേരം രാജാവ് പറയുകയാണ്, നിനക്ക് വിശപ്പടക്കേ മതിയല്ലോ, ഒരു കാര്യം ചെയ്യൂ, നീ എന്നെ ഭക്ഷിച്ചുകൊള്ളൂ, പക്ഷേ നന്ദിനിയെ വിട്ടയക്കണം എന്ന് പറയുകയാണ്. അവസാനം ഈ സിംഹം ഇദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുകയാണ്. ഒരു പശുവിന് വേണ്ടി മഹാരാജാവായ നിൻ്റെ ജീവൻ ത്യജിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കും. പക്ഷേ രാജാവ് പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവനേക്കാൾ വലുത് എൻ്റെ സംരക്ഷണയിലുള്ളവരെ സംരക്ഷിക്കുന്നതാണ്, അതിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുമ്പോട്ട് നീങ്ങി നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യൂ, നീ എന്നെ ഭക്ഷിച്ചുകൊള്ളാൻ പറയുകയാണ്. അങ്ങനെ സിംഹം
അവസാനം ശരി, ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണെന്ന് സമ്മതിക്കുകയാണ്. അന്നേരം രാജാവ് പറയുകയാണ്, നീ എന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാലും ഉറപ്പായിട്ടും നന്ദിനിയെ ആശ്രമത്തിലേക്ക് വിട്ടയക്കണം എന്ന് പറയുകയാണ്. സിംഹം അതിന് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മേലേക്ക് ചാടി വീഴാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അന്നേരം അദ്ദേഹം കണ്ണടച്ച് ഒരു നിമിഷം തൻ്റെ രാജ്യത്തുള്ളവരെല്ലാവരും നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം സിംഹം ഗർജിച്ചുകൊണ്ട് ചാടുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ്. കുറച്ച് നേരമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ സിംഹവുമില്ല, ആ മരവുമില്ല. പകരം തന്നെ നോക്കി നിൽക്കുന്ന നന്ദിനിയാണ് കാണുന്നത്. നന്ദിനി അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ വളരെ സന്തുഷ്ടനായിരിക്കുകയാണ്. നിങ്ങൾ സ്വന്തം ജീവൻ പോലും എനിക്ക് വേണ്ടി ത്യജിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സംപ്രീതയായിരിക്കുന്നു. അങ്ങയുടെ മേലുള്ള എൻ്റെ അമ്മയുടെ കോപമെല്ലാം മാറിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. നിങ്ങൾക്ക് പുത്രൻ സൗഭാഗ്യമുണ്ടാകും എന്ന് പറയുകയാണ്. അങ്ങനെ ഉടനെ തന്നെ നന്ദിനിയും ദിലീപ് മഹാരാജാവും തിരിച്ച് പർണശാലയിലെത്തി വശിഷ്ഠ മുനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വശിഷ്ഠ മുനി പറയുകയാണ്, നിങ്ങൾ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ തിരിച്ചു പോവുകയും റാണിക്ക് അതിസുന്ദരനായ ഒരു കുട്ടി പിറക്കുകയും ചെയ്തു. ആ കുട്ടിയാണ് രഘു എന്ന് പറയുന്ന മഹാനായ രാജാവ്. ദിലീപ് മഹാരാജാവിനേക്കാളും വലിയ ഒരു രാജാവായി രഘു മാറുകയാണ്. അതുകൊണ്ടാണ് ആ വംശത്തിന് രഘുവംശം എന്ന് പേര് വന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ ജനിച്ചത് രഘുവംശത്തിലാണ്. അതായത് ദിലീപ് രാജാവിൻ്റെ മകനായ രഘുവിൻ്റെ മകനായിരുന്നു അജൻ, അജൻ്റെ മകനായിരുന്നു ദശരഥൻ. അപ്പോൾ അങ്ങനെ മഹാനായ ഒരു രാജാവ് അവിടെ പിറവി കൊണ്ടു. ഇതാണ്